എൻ്റെ അമ്മോ, എൻ്റെ പാതി മുടി പോയത് ഇങ്ങനെയാ. നിങ്ങളും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തിക്കോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ മുടി പാതി പോയത് ഈ 3 മിസ്റ്റേക്ക് കൊണ്ടാണ്. അത് മനസ്സിലാക്കിയപ്പോൾ തൊട്ട് എൻ്റെ ഹെയർ ഫോൾ കൺട്രോളായി. ഇപ്പം നോർമലായിട്ട് എനിക്ക് ഹെയർ ഫോൾ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഹെയർ ഫോളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഡോക്ടറിനെ പോയി കണ്ട് ഓയിലൊക്കെ മാറ്റി. എന്നിട്ടും എൻ്റെ ഹെയർ ഫോൾ കൺട്രോൾ ആവുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്യുന്ന രീതിയിലാണ് മാറ്റം വരുത്തേണ്ടത്. ഞാൻ ചെയ്യുന്ന രീതി കൊണ്ടാണ് എൻ്റെ ഹെയർ ഫോൾ കൺട്രോൾ ആവാത്തത് എന്നെനിക്ക് മനസ്സിലായത്. അപ്പം എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണ് മാറ്റങ്ങൾ വന്നത് എന്നാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാൽ രാവിലെ എണ്ണ തേച്ച് വെയിലത്ത് പോകുന്നത്. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഹെയർ നല്ല ടൈറ്റായിട്ട് ബേബി ഹെയർസ് ഒന്നും വരാത്ത രീതിക്ക് പുട്ടപ്പ് ചെയ്തിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പം ഞാൻ എന്നും ഡെയിലി രാവിലെ എണ്ണയൊക്കെ തേച്ച് ഇവിടുന്ന് പറ്റിച്ച് വെക്കും. കാരണം പറ്റിച്ച് വെച്ചാലേ നമ്മുടെ കോളേജിൽ കയറ്റുള്ളൂ. അപ്പം അങ്ങനെ പറ്റിച്ച് വെച്ചിട്ട് ഞാൻ കോളേജിൽ പോകുന്ന ടൈമിൽ എനിക്കറിയത്തില്ലായിരുന്നു. തല ഹീറ്റാവുന്ന കാര്യം മാത്രമേ അറിയത്തുള്ളൂ. വെയിലത്തൂടെ നടന്നു പോകുമ്പോൾ ഹീറ്റാവും എന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് ആ ഓയിലിരുന്ന് അവിടെ ഹീറ്റായി തലയിലെ മുടിയൊക്കെ ഫ്രൈ ആയി പോയിട്ട് തലയിലെ പ്രോട്ടീനും കാര്യങ്ങളും ഒക്കെ നഷ്ടമായി പോകുമെന്ന്. അപ്പം ഒരിക്കലും എണ്ണ തേച്ചിട്ട് വെയിലത്ത് പോയി നടക്കുകയേ ചെയ്യരുത്. ഉള്ള പ്രോട്ടീനും കൂടെ മുടിയിൽ പോവും. അപ്പോൾ ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ മുടി തേക്കുക, മുടിയിൽ എണ്ണ തേക്കുക. ആൻഡ് എണ്ണ തേച്ച് മസാജ് ചെയ്തിട്ട് അരമണിക്കൂർ ശേഷം ഏതെങ്കിലും ഒരു ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. സെക്കൻഡ് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നനഞ്ഞ മുടി ചീകി കെട്ടി വെക്കുന്നത്. പലരും നനഞ്ഞ മുടി പോണിറ്റെയിലൊക്കെ കെട്ടിവെച്ച് പോകും ഇപ്പോഴും. കാരണം അവർക്ക് സമയമില്ല. അപ്പം നനഞ്ഞ മുടി അങ്ങനെ ചീകി പോണിറ്റെയിലും കാര്യങ്ങളും കെട്ടി വെച്ചിട്ട് പോകാറുണ്ട്. നനഞ്ഞ മുടി ചീകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നനഞ്ഞ മുടി ഭയങ്കര വീക്കാണ്. അപ്പം നനഞ്ഞ മുടി ചീകുമ്പം കൂടുതൽ ഹെയർ വന്നുകൊണ്ടിരിക്കും. അപ്പം നനഞ്ഞ മുടിയുടെ റൂട്ട് വരെ പറഞ്ഞു പോകേണ്ട ഒരവസ്ഥയായി പോകും. ആ അവസ്ഥ വീണ്ടും ഹെയർ ഫോളിന് ഭയങ്കര കാരണമായി പോകും. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞ മുടി ഒരിക്കലും ചെയ്യരുത്. നനഞ്ഞ മുടി കൈ വെച്ച് ഇതേപോലെക്ക് കോതി കൊടുക്കുക. അപ്പം ജടയും കാര്യങ്ങളും ഒക്കെ പോവും. ഒരു 70% മുടി ഡ്രൈ ആയി വരുമ്പോഴാണ് മുടി ചീകുക. അതും ഒരു വൈഡായിട്ടുള്ള ചീപ്പിൻ്റെ പല്ല്, നല്ല അകൽച്ച ഉള്ള ഒരു പല്ല് ഉള്ള ചീപ്പ് വെച്ചിട്ട് മുടി ചീകുക. അപ്പം കുറച്ചുകൂടെ ഹെയർ ഫോൾ കൺട്രോളായി വരും. തേർഡ് മിസ്റ്റേക്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു ഷാമ്പു സെറ്റായി കഴിഞ്ഞാൽ ആ ഷാമ്പു തന്നെ ഒരു 2-3 വർഷമൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോവും. അങ്ങനെ ആ ഷാമ്പു പിന്നെ എഫക്റ്റ് ചെയ്യാതാവും. അത് സ്കാൽപ്പായിട്ട് അഡാപ്റ്റ് ആവും. പിന്നെ ഡാൻഡ്രഫ് വന്നാലും ആ സെയിം ഷാമ്പു തന്നെ യൂസ് ചെയ്യും. പിന്നെ ഒരു പ്രയോജനം ഇല്ലാതാവും. ശരിക്കും ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ 3 മാസം കൂടുമ്പോൾ നമ്മൾ ഷാമ്പു മാറ്റണം. സമ്മറിന് മൈൽഡായിട്ടുള്ള ഷാമ്പു, വിൻ്ററിന് ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഷാമ്പു, ആൻഡ് ഡാൻഡ്രഫ് വരുമ്പോൾ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്യുക. അതും 1 മാസം മാത്രം. ബോണസായിട്ട് ഞാൻ ഒരു ടിപ്പും കൂടെ പറഞ്ഞു തരാം. കിടക്കുന്നതിന് മുന്നേ മുടി അഴിച്ചിടുക. ആൻഡ് മുടി ടൈറ്റായിട്ട് ഇവിടെയൊക്കെ കെട്ടി വെക്കുമ്പോൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പം ഇവിടെ വേർപ്പ് അടിഞ്ഞ് അത്രയും ഹെയർ ഫോൾ വീണ്ടും വരാനായിട്ട് കാരണമാകും. അപ്പം മുടി അഴിച്ചിടുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ മുടി ഉരഞ്ഞിട്ട് സ്പ്ലിറ്റ് എൻഡ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പം അതിന് സിൽക്ക് പില്ലോ കവേഴ്സ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ 3 മിസ്റ്റേക്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചെയ്തിട്ട് വർക്കായിട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പം പാർട്ട് 2 ആയിട്ട് വരുന്നിടം വരെ ബായ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.